Hello my dear students, welcome to Teacher at Home. Today class we are going to learn the fourth chapter, the ashes that made trees bloom. അതായത് ചാരം എന്ത് ചെയ്തു ട്രീസ് പൂത്തു. Okay. In the old good days of the daimios, there lived an old couple whose only pet was a little dog. അപ്പോൾ പഴയ അതായത് പണ്ടൊരു ദിവസം എന്താണ് ഡൈമിയോസ് ദർസ് എ പ്ലേസ് ദർ ലീവ്ഡ് ഓൾഡ് കപ്പിൾസ് വയസ്സായ കപ്പിൾസ് ഉണ്ടായിരുന്നു. ഓൺലി പെറ്റ് അവരുടെ പെറ്റ് എന്ന് വളർത്തു മൃഗം എന്ന് പറയുന്നത് ഒരു നായയായിരുന്നു. ഹാവിങ് നോ ചിൽഡ്രൻ അവർക്ക് കുട്ടികളില്ല. ദേ ലവ്ഡ് ഇറ്റ് ആസ് ദോ ഇറ്റ് വർ എ ബേബി. അപ്പോൾ അവരതിനെ സ്നേഹിച്ചിരുന്നത് അവരുടെ കുട്ടിയായിട്ടാണ് അതിനെ കണക്കാക്കിയിരുന്നത്. ദ ഓൾഡ് ഡെയിം മെയ്ഡ് ഇറ്റ് എ കുഷൻ ഓഫ് ബ്ലൂ ക്രേപ്പ് അറ്റ് എ മീൽ ടൈം മുക്കോ ഫോർ ദാറ്റ് വാസ് ഇറ്റ്സ് നെയിം. would sit on it as snug as any cat. അതായത് അതിനൊരു ചെറിയ കുഷൻ പോലത്തെ ഒരു ക്രേപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബെഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മുക്കോ ഫോർ ദാറ്റ് ഇറ്റ് വാസ് മുക്കോ വാസ് എ നെയിം. അത് എവിടെ ഇരിക്കും? ഓർ സിറ്റ് ഓൺ ഇറ്റ് ആസ് സ്നഗ് ആസ് എനി ക്യാറ്റ്. ക്യാറ്റ് ഇങ്ങനെ ചുരുണ്ട് കിടക്കണ പോലെയാണ് അത് കിടക്കാറ്. കൈൻഡ് പീപ്പിൾ ഫെഡ് ദ പെറ്റ് വിത്ത് ടിഡ് ബിറ്റ്സ് ഓഫ് ഫിഷ്. അപ്പോൾ ഈ സ്നേഹമുള്ള മനുഷ്യര് ആ നായ്ക്ക് എന്തൊക്കെയാണ് കൊടുത്തിരുന്നത്? ഫിഷ്, മീനിൻ്റെ വേസ്റ്റും പിന്നെ ഫ്രം ദെയർ ഓൺ ചോപ്പ് സ്റ്റിക്സ്, മീൻ കൊടുത്തിരുന്നു, ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് കൊടുത്തിരുന്നു. ആൻഡ് ഓൾ ദ ബോയിൽഡ് റൈസ് ഇറ്റ് വാണ്ടഡ്, അതായത് ചോറും കൊടുത്തിരുന്നു. ദസ് ട്രീറ്റഡ് ദ ഡം ക്രീച്ചർ ലവ്ഡ് ഇറ്റ്സ് പ്രൊട്ടക്ടേഴ്സ് ലൈക്ക് എ ബീയിങ് വിത്ത് എ സോൾ. ഡം, ദാറ്റ് ഈസ് നോട്ട് ഏബിൾ ടു സ്പീക്ക്. സോ ദേ ലവ്ഡ് ആൻഡ് ട്രീറ്റഡ് ഇറ്റ് ആസ് their own soul. The old man being a rice farmer, അപ്പോൾ ഓൾഡ് മാൻ ഈ വയസ്സായ ആൾ എന്തായിരുന്നു? നെൽകർഷകരായിരുന്നു. വെൻ ഡെയിലി വിത്ത് ഹോ ആൻഡ് സ്പേഡ് ഇൻ ടു ദ ഫീൽഡ്, കലപ്പയും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ടൂൾസ്, കൃഷിക്ക് ആവശ്യമുള്ള ടൂൾസ് എടുത്തിട്ടാണ് പാടത്ത് പോയിരുന്നത്. വർക്കിംഗ് ഹാർഡ് ഫ്രം മോർണിംഗ് അണ്ടിൽ ഓ ടെനോ സമ മീൻസ്, അതായത് ഫ്രം മോർണിംഗ് രാവിലെ തൊട്ട് ടെൻഡോ സമ എന്ന് പറഞ്ഞ സൂര്യൻ അസ്തമിക്കുന്നവരെ അയാൾ പാടത്ത് പണിതിരുന്നു. ഹാഡ് ഗോൺ ഡൗൺ ബിഹൈൻഡ് ദ ഹിൽസ്. സൺ ഹാഡ് ഗോൺ ഡൗൺ ബിഹൈൻഡ് ദ ഹിൽസ് പറയുമ്പോൾ സൂര്യൻ അസ്തമിച്ച ശേഷവും വരെ പണിതിരുന്നു. എവറി ഡേ ദ ഡോഗ് ഫോളോഡ് ഹിം ടു വർക്ക്, നെവർ വൺസ് ഹാമിങ് ദ വൈറ്റ് ഹെറോൺ ദാറ്റ് വാക്ക്ഡ് ഇൻ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് ദ ഓൾഡ് മാൻ ടു പിക്ക് അപ്പ് ദ വർംസ്. എവറി ഡേ ദ ഡോഗ് ഫോളോഡ് ഹിം, എല്ലാ ദിവസവും ഈ നായ അവരെ പിന്തുടരുന്നു, പണിക്ക് പോകുമ്പോൾ പിന്തുടരുന്നു. ഹാമിങ് ദ വൈൽഡ് ഹെറോണ, ഒരിക്കലും ആ പാടത്ത് നാശം വിതച്ചിരുന്നില്ല. വാക്ക്ഡ് ഇൻ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് ദ ഓൾഡ് മാൻ, ആ വയസ്സായാൾ എങ്ങനെയാണോ നടന്നിരുന്നത് അതിൻ്റെ ബാക്കിൽ കൂടിയിട്ടാണ് ഈ നായ നടന്നിരുന്നത്. ടു പിക്ക് അപ്പ് ദ വേംസ്, അവിടുത്തെ കീടങ്ങളെ പിടിക്കാനായിരുന്നു പോയിരുന്നത്. ഫോർ ദ ഓൾഡ് ഫെലോ വാസ് പേഷ്യൻ ആൻഡ് കൈൻഡ് ടു എവറിത്തിങ് ദേ ഹാഡ് ലൈഫ്. ഈ വയസ്സായ ആൾക്കാർക്ക് എല്ലാ ജീവികളോടും, അതായത് ജീവനുള്ള എല്ലാ ജീവികളോടും വളരെയേറെ സ്നേഹമുണ്ടായിരുന്നു. ആൻഡ് ഓഫൻ ടേൺഡ് അപ്പ് എ സോഡ് ഓൺ പേർപ്പസ് ടു ഗീവ് ഫുഡ് ടു ദ ബേർഡ്സ്. എപ്പോഴും അവിടെ വരുന്ന പക്ഷികൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിരുന്നു. വൺ ഡേ ദ ഡോഗ് കെയിം റണ്ണിങ് ടു ഹിം. ഒരു ദിവസം നായ ഓടി വരുന്നുണ്ടായിരുന്നു. പുട്ടിങ് ഹിസ് പോസ് അഗെയിൻസ്റ്റ് ഹിസ് ലെഗ് ആൻഡ് മോഷനിങ് വിത്ത് ഹിസ് ഹെഡ് ടു സം സ്പോട്ട് ബിഹൈൻഡ്. എന്നിട്ട് അതിൻ്റെ കാൽപാദം വന്നിട്ട് അഗെയിൻസ്റ്റ് ഹിസ് ലെഗ്സ്, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അവിടെ തട്ടുകയാണ്. മോഷനിങ് വിത്ത് ഹിസ് ഹെഡ് ടു സം, എന്നിട്ട് തലയാട്ടിക്കൊണ്ടിട്ട് ഏതോ ഒരു ദിശയിലേക്ക് അത് പോയിന്റ് ചെയ്യാണ്. ഓൾഡ് മാൻ അറ്റ് ഫസ്റ്റ് തോട്ട് ദാറ്റ് ഹിസ് പെറ്റ് വാസ് ഓൺലി പ്ലേയിങ്. അപ്പോൾ ഈ വയസ്സായ ആൾ ആദ്യം ചിന്തിച്ചത് അത് തന്നോട് കളിക്കുകയാണെന്നാണ് ചിന്തിച്ചത്. ആൻഡ് ഡിഡ് നോട്ട് മൈൻഡ് ഇറ്റ്, എന്നിട്ട് ശ്രദ്ധിച്ചു പോലുമില്ല. ബട്ട് ദ ഡോഗ് കെപ്റ്റ് ഓൺ വിന്നിങ്, പക്ഷേ ഇത് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് റണ്ണിങ് ടു ആൻഡ് ഫോർ സംടൈംസ്, കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. ദെൻ ദ ഓൾഡ് മാൻ ഫോളോഡ് ദ ഡോഗ്, വയസ്സായ ആള് അതിനെ ഡോഗിനെ ഫോളോ ചെയ്തു. എ ഫ്യൂ ആർഡ്സ് ടു എ പ്ലേസ്, കുറച്ച് അകലെ പോയപ്പോൾ ഒരു സ്ഥലം എത്തി. വേർ ദ ആനിമൽ ബിഗേൻ എ ലൈവ്ലി സ്ക്രാച്ചിങ്, അപ്പോഴാണ് ഈ നായ എന്താണ് കാലുകൊണ്ട് ഇങ്ങനെ കുഴിക്കുണ്ടായിരുന്നു. തിങ്കിങ് ഇറ്റ് വാസ് പോസിബിളി എ ബറീഡ് ബോൺ ഓർ എ ബിറ്റ് ഓഫ് ഫിഷ്. അപ്പൊ ഇദ്ദേഹം കരുതിയത് അതിൻ്റെ ആ കുഴിച്ചതിൻ്റെ താഴെ ചിലപ്പോൾ എല്ലോ വല്ല മീനിൻ്റെ കഷ്ണങ്ങളോ ഉണ്ടാവുമായിരിക്കും. ഓൾഡ് മാൻ സ്ട്രക്ക് ഹിസ് ഹോ ഇൻ ദ എർത്ത്, അയാള് കലപ്പ കൊണ്ടിട്ട് എന്ത് ചെയ്തു? കുഴിച്ചു നോക്കി. വെൻ ലോ എ പൈൽ ഓഫ് ഗോൾഡ് ഗ്ലീംഡ് ബിഫോർ ഹിം, അപ്പോഴാണ് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടത്. ദസ് ഇൻ ആൻ അവർ ദ ഓൾഡ് കപ്പിൾ വെയർ മെയ്ഡ് റിച്ച്. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ വയസ്സായവര് പണക്കാരായി.
The good souls bought a piece of land. അവര് എന്ത് ചെയ്തു, കുറച്ച് സ്ഥലം വാങ്ങിച്ചു. Made a feast for their friends. മറ്റേ അവരുടെ കൂട്ടുകാർക്കൊക്കെ ഒരു വിരുന്ന് കൊടുത്തു. And gave plentiful to their poor neighbors. പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ കയ്യിലുള്ള സഹായവും കൊടുത്തു. As for the dog, they petted him till nearly smothered with his kindness. എന്നിട്ട് അവർ ആ നായ്ക്ക് എന്താ മതിവോളം ഭക്ഷണമൊക്കെ കൊടുത്തു. Now in the same village there lived a wicked old man and his wife, not a bit sensitive and kind. അപ്പോൾ ഈ വില്ലേജിൽ തന്നെ ആരുണ്ടായിരുന്നു, ഒരു ദുഷ്ടനായ വയസ്സായ ആളും അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. അവർ ഒരു മൃഗങ്ങളോടോ മനുഷ്യന്മാരോടോ യാതൊരു സഹതാപവും കരുണയും കാണിച്ചിരുന്നില്ല. സെൻസിറ്റീവ് ആൻഡ് കൈൻഡ്. But always kicked and scolded all dogs whenever any passed their house. അപ്പോൾ ഏത് നായ അവരുടെ വഴി കൂടെ പോവുകയാണെങ്കിൽ അതിനെ ഉന്തിയും അതിനെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. Hearing of their neighbors' good luck, they coaxed the dog into the garden. അപ്പോൾ ഈ അതായത് നെയ്ബേഴ്സിൻ്റെ അടുത്ത വീട്ടുകാരുടെ ഭാഗ്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, ആ നായ അവരുടെ ഗാർഡനിലേക്ക് എങ്ങനെങ്കിലും കൊണ്ടുവന്നു. സെറ്റ് ബിഫോർ ഹിം, എന്തൊക്കെ കൊടുത്തു, സെറ്റ് ബിഫോർ ഹിം ഫിഷ് ആൻഡ് അതർ dainties, hoping that he would find treasure for them. മീനും അതിനിഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, അതിനെ അവരുടെ വശത്തേക്ക് കൊണ്ടുവന്നു. അവർ ചിന്തിച്ചത് ഈ നായ ഇവർക്കും ഇതുപോലെ ഒരു ട്രഷർ കൊണ്ടുവരുമായിരിക്കും എന്ന്. But the dog, being afraid of the cruel pair, would neither eat nor move. പക്ഷെ നായ്ക്ക് ഇവരെ പേടിയായതുകൊണ്ട് അത് നീങ്ങുകയോ ഒന്ന് കഴിക്കുകയോ ഒന്നുപോലും ചെയ്തില്ല. Then they dragged him out of doors. അവരതിനെ പുറത്തേക്ക് തള്ളിയിട്ടു. Taking a spade and hoe with them. Dragged him out of the doors എന്ന് പറഞ്ഞാൽ അതിനെ വലിച്ചു കൊണ്ടുപോയി. അവരുടെ ടൂൾസും എടുത്ത്, കലപ്പയും ഇതൊക്കെ കൈക്കോട്ടൊക്കെ എടുത്തു. No sooner had the dog got near a pine tree growing in the garden. അപ്പോൾ എന്താണ്, അവർ അടുത്തുള്ള ആ പൈൻ ട്രീയിലേക്ക് നായ കൊണ്ടുപോയി. Then he began to paw and scratch the ground. എന്നിട്ട് അവിടെ നിന്നിട്ട് മണ്ണിങ്ങനെ കുഴിക്കാൻ തുടങ്ങി. As if a mighty treasure lay behind. അവർ ചിന്തിച്ചത് അതിൻ്റെ താഴെ വലിയൊരു നിധി കിടക്കുന്നുണ്ടാവുന്നു. Quick, wife, hand me a spade and hoe, cried the greedy old fool as he danced with joy. അവിടെ ഭാര്യയോട് പറഞ്ഞു, വേഗം ആ കൈക്കോട്ടും ഇതൊക്കെ തായോ, ഞാനത് ഒന്ന് കുഴിച്ചു നോക്കട്ടെ, അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ട്രഷർ ഉണ്ടാവും. സന്തോഷം കൊണ്ട് അയാൾ തുള്ളിച്ചാടുകയാണ്. Then the convittous old fellow with a spade and the old crone. Quick, wife, hand me the spade and the hoe എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, പാരയും കൈക്കോട്ടും. Okay, cried the greedy old fool and he danced with joy. And the covetous old fellow, ദുഷ്ടര്, with a spade and old crone, with a hoe, began to dig. അവരത് കുഴിക്കാൻ തുടങ്ങി. But there was nothing but a dead kitten. അതിലെന്താ ഉണ്ടായിരുന്നത്, ഒരു ചത്ത പൂച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The smell of which made them drop their tools and shut their noses. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. മൂക്കൊക്കെ അടച്ചിട്ട് ആകെ അസ്വസ്ഥമായിട്ട് അവരവിടെ നിന്നു. Furious at the dog, ദേഷ്യം വന്നിട്ട് the old man kicked and beat him to death. അതിനെ അവർ തല്ലി കൊന്നു. And the old woman finished the work by nearly chopping off his head with the sharp hoe. അതിനെങ്ങനെയാ, ആ hoe means കൈക്കോട്ട് വെച്ച് അതിനെ നല്ലോണം കുത്തിവെച്ചു. Then they flung him into the hole and heaped the earth over the carcass. Flung him into the hole means ആ കുഴിയിൽ തന്നെ അവരതിനെ കുഴിച്ചിട്ടു. The owner of the dog heard the death of his pet and mourning for him as if it had been his own child. അപ്പോൾ ഇത് ആ വയസ്സായവർ ഇത് കേട്ടപ്പോൾ എന്തായി, അവർക്ക് നല്ലോണം വിഷമായി അല്ലേ, അവരുടെ സ്വന്തം കുട്ടി മരിച്ച ഒരു അനുഭവമായിരുന്നു അവർക്ക്. They went at night under the pine tree. ആ മുൾച്ചെടിയുടെ അടുത്ത്, പൈൻ മരത്തിൻ്റെ അടുത്തേക്ക് രാത്രി അവർ പോയി. He set up some bamboo tubes in the garden. കുറച്ച് മുള കൊണ്ടുള്ള കമ്പ് ആ ഗ്രൗണ്ടിൽ കുത്തിയിട്ടു. such as used for before tombs. അതായത് ഈ ശവകുടീരം പണിത് വയ്ക്കുമല്ലോ, അതുപോലെയാണ് അവരത് പണിതത്. In which he put fresh flowers. അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ ഇട്ടുവെച്ചു. Then he laid a cup of water and a tray of food on the grave. അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കുറച്ച് ഭക്ഷണവും വെച്ചു. Burned several costly sticks of incense. കുറച്ച് ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചു. He mourned a great while over his pet, calling him many dear names. അതിൻ്റെ അടുത്ത് ചെന്ന് അവർ നല്ലോണം വിഷമിച്ച് കരയുകയായിരുന്നു. എന്നിട്ട് അതിനെ ഓരോ പേര് കൊണ്ട് വിളിക്കുകയാണ്.
as if were alive. ജീവനുള്ള പോലെയായിരുന്നു അവർ വിളിക്കുന്നുണ്ടായിരുന്നത്. That night the spirit of the dog appeared to him in a dream. ആ രാത്രി തന്നെ അതിൻ്റെ ആത്മാവ് അവരുടെ ഡ്രീമിൽ വന്നു and said, എന്താ പറഞ്ഞ്, cut down the pine tree over my grave. ആ എൻ്റെ ഗ്രേവ്, എൻ്റെ ശവകുടീരമുള്ള സ്ഥലത്തിലെ ആ പൈൻ മരം മുറിക്കുക. ആൻഡ് മേക്ക് ഇറ്റ് എ മോട്ടർ ഫോർ യുവർ റൈസ് പേസ്ട്രി. അരിമില്ലിലേക്കുള്ള മോട്ടർ അതിൽ നിന്നുണ്ടാക്കുക. ആൻഡ് മിൽ ഫോർ യുവർ ബീം സോസിലേക്കുള്ള മില്ലും ആ മരത്തിൽ നിന്ന് പണിയുക. സോ ദ ഓൾഡ് മാൻ ചോപ്പ് ഡൗൺ ദ ട്രീ ആൻഡ് കട്ട് ഔട്ട് ദ മിഡിൽ ഓഫ് ദ ട്രങ്ക്. അയാൾ മരം മുറിച്ചിട്ട് ആ നടുക്കുള്ളത് മിഡിൽ ഓഫ് ദ ട്രങ്ക് എന്ത് ചെയ്തു, എ സെക്ഷൻ അബൌട്ട് 2 feet ലോങ്. മിഡിൽ ഓഫ് ദ ട്രങ്ക് എ സെക്ഷൻ അബൌട്ട് എത്രയാ, 2 feet ലോങ് ഉള്ളതായിട്ട് മുറിച്ചു. വിത്ത് ഗ്രേറ്റ് ലേബർ, പാർട്ട്ലി ബൈ ഫയർ, പാർട്ട്ലി ബൈ ദ ചിസൽ, he scraped out a hollow place as big as a small bowl. അതായത് എന്ത് ചെയ്തു, പാർഷ്യലി ബൈ ഫയർ ആൻഡ് പാർഷ്യലി ആ മുറിക്കണ ആ മെഷീൻ ഉപയോഗിച്ചിട്ട് അത് സ്ക്രാപ്പ് ചെയ്തു അല്ലേ, ഒരു ബിഗ് സ്മോൾ ബൗൾ ആക്കിയിട്ട് സ്ക്രാപ്പ് ചെയ്തു. ദെൻ ഹി മെയ്ഡ് എ ലോങ് ഹാൻഡിൽഡ് ഹാമർ ഓഫ് വുഡ്. അതിൽ നിന്നും ഒരു വലിയ എന്താണ് ഹാമർ ഉണ്ടാക്കി, മരം കൊണ്ടുള്ളത്, സച്ച് ആസ് ഈസ് യൂസ്ഡ് ഫോർ പോണ്ടിങ് റൈസ്. റൈസ് പേസ്ട്രിക്കുള്ള പോണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. വെൻ ന്യൂ ഇയേഴ്സ് ടൈം ഡ്രൂ നിയർ ഹി വിഷ് ടു മേക്ക് സം റൈസ് പേസ്ട്രി. അപ്പോൾ പുതിയ വർഷം പിറക്കുമ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു, കുറച്ച് റൈസ് മാവ് ഉണ്ടാക്കി. വെൻ ദ റൈസ് വാസ് ഓൾ ബോയിൽഡ്, അതെല്ലാം തിളച്ചപ്പോൾ ഗ്രാനി പുട്ടിട്ട് ഇൻ ദ മോട്ടർ, ഗ്രാനി അത് മോട്ടറിലേക്ക് ഇട്ടു. ദ ഓൾഡ് മാൻ ലിഫ്റ്റഡ് ഹിസ് ഹാമർ ടു പൗണ്ട് ദ മാസ്. ഹാമർ ഉപയോഗിച്ചിട്ട് എന്താണ് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്, മാസ് ഇൻ ടു ഡൗ മീൻസ് മാവ് കുഴയ്ക്കുക. ആൻഡ് ദ പ്ലൗസ് ഫെൽ ഹെവി ആൻഡ് ഫാസ്റ്റ് ടിൽ ദ പേസ്ട്രി വാസ് ഓൾ റെഡി ഫോർ ബേക്കിംഗ്. ഫെൽ ഹെവി ആൻഡ് ഫാസ്റ്റ് ടിൽ പേസ്ട്രി, അതൊരു മാവ് കുഴഞ്ഞ രൂപത്തിലേക്കായി റെഡി ഫോർ ബേക്കിംഗ് അല്ലേ, ബേക്കിങ്ങിന് പരുവമായിട്ട് നിൽക്കുന്നു. സഡൻലി ദ ഹോൾ മാസ് ടേൺഡ്, അത് മൊത്തം എന്തായി മാറി, ഹീപ്പ് ഓഫ് ഗോൾഡ് കോയിൻസ്. അതായത് ഈ അരിമാവ് ഉപയോഗിച്ചിട്ട് അയാൾ മാവ് കുഴയ്ക്കണ ആ മെഷീനിലേക്ക് ഇട്ടു. ഓക്കെ, ബേക്കിങ്. അപ്പം എന്താണ് അത്, ഹോൾ മാസ് ടേൺഡ് ഇൻ ടു ഹീപ്പ് ഓഫ് ഗോൾഡ് കോയിൻസ്. വെൻ ദ ഓൾഡ് വിമൻ ടുക്ക് ദ ഹാൻഡ് മിൽ ആൻഡ് ഫില്ലിങ് ഇറ്റ് വിത്ത് ബീൻസ് ബിഗാൻ ടു ഗ്രെയിൻ. ഹാൻഡ് മില്ല് ഈ ബീൻസ് ഇട്ടപ്പോഴും എന്താ, the gold dropped like rain. ആ ഗോൾഡ് എന്തായി, മഴ പോലെ പെയ്തിറങ്ങി. Meanwhile the envious neighbor peeped into the window. ഈ സമയത്താണ് അവരുടെ അടുത്ത വീട്ടുകാർ എന്ത് ചെയ്തത്, ജനലിൽ കൂടി ഇത് നോക്കുന്നത്. When the boiled beams were being ground, ബീംസ് എന്തായി, അതിനെ പരത്തി വെച്ചിരിക്കുകയാണ്. Goody me, cried the old hag. അയാൾ പറഞ്ഞു, as if he saw each dripping of sauce turning into yellow gold. ആ സോസ് എന്തായിട്ടാ മാറുന്ന, യെല്ലോ ഗോൾഡ് ആയിട്ടാണ് മാറുന്നത്. Until in a few minutes, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ, the tub under the mill was full of shining mass. ടബ് മൊത്തം എന്തായിട്ടാണ്, ഗോൾഡ് ആയിട്ട് മാറുകയാണ്. So the old couple were rich again. ആ വയസ്സായവർ പിന്നെയും പണക്കാരായി. The next day the Stiggy and the wicked neighbor came and borrowed the mortar and magic nail. പിറ്റേ ദിവസം സ്റ്റിഗി ആൻഡ് വിക്കഡ് നെയ്ബർ എന്തിനു വന്നു, ഈ മോട്ടറും മാജിക് മില്ലും വാങ്ങിക്കാൻ വേണ്ടി വന്നു. ദേ ഫിൽഡ് വൺ വിത്ത് ബോയിൽഡ് റൈസ്. ഒന്ന് അവർ തിളച്ച ബോയിൽഡ് റൈസ് മീൻസ് അരി, ചോറ്, ആൻഡ് ദ അതർ വിത്ത് ബീൻസ്. ദെൻ ദ ഓൾഡ് മാൻ ബിഗാൻ ടു പൗണ്ട് ആൻഡ് ദ വിമൻ ടു ഗ്രൈൻഡ്. ഇതിലേക്ക് ഇട്ടിട്ട് അത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ബട്ട് ദാറ്റ് ദ ഫസ്റ്റ് ബ്ലോ ആൻഡ് ടേൺ ദ പേസ്ട്രി ആൻഡ് സോസ്. ആദ്യത്തെ ടേണിങ്ങിൽ തന്നെ പേസ്ട്രി എന്തായിട്ട് മാറിയ, കുറച്ച് പുഴുക്കളായിട്ട് മാറി. സ്റ്റിൽ മോർ ആംഗ്രി അറ്റ് ദിസ് ദേ ചോപ്ഡ് ദ മിൽ ഇൻ ടു പീസസ് ടു യൂസ് ഇറ്റ് ആസ് എ ഫയർവുഡ്. ദേഷ്യത്തിൽ അവർ അതൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് എന്ത് ചെയ്തു, തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ വെച്ചു. Not long after that the good old man dreamed again and the spirit of the dog spoke to him. പിന്നെയും അദ്ദേഹം എന്ത് ചെയ്തു, അവനെ നായയെ സ്വപ്നം കണ്ടു. സ്പിരിറ്റ് ഓഫ് ദ ഡോഗ്, അതിൻ്റെ ആത്മാവ് സംസാരിച്ചു. ടെല്ലിങ് ഹിം ഹൗ ദ വിക്കഡ് പീപ്പിൾ ഹാഡ് ബേൺ ദ മിൽ മെയ്ഡ് ഫ്രം ദ പൈൻ ട്രീ. എങ്ങനെയാണ് ആ ദുഷ്ടരായ മനുഷ്യര് ആ മില്ല് കത്തിച്ചതെന്ന് പറഞ്ഞു കൊടുത്തു. ടേക്ക് ദ ആഷസ് ഓഫ് ദ മിൽ സ്പ്രിങ്കിൾ ദം ഓൺ ദ വിത്തേർഡ് ട്രീസ്. അതായത് ആ ആഷസ്, മില്ലിൻ്റെ ആഷസ് എടുക്കുക, എന്നിട്ട് വിത്തേർഡ് ട്രീസ് മീൻസ് വാടിപ്പോയ മരങ്ങളിലേക്ക് ഇടുക. ആൻഡ് വിൽ ബ്ലൂം അഗെയിൻ, അതൊന്നും കൂടി എന്താവും, പൂക്കും. സെറ്റ് ദ ഡോഗ് സ്പിരിറ്റ്.
ആ നായുടെ ആത്മാവ് പറഞ്ഞു. ഓൾഡ് മാൻ എവോക്ക് ആൻഡ് വെന്റ് അറ്റ് വൺസ് ടു ഹിസ് വിക്കഡ് നെയ്ബേഴ്സ് ഹൗസ്. അയാളെ എണീറ്റിട്ട് ആ അടുത്തുള്ള നെയ്ബറുടെ വീട്ടിലേക്ക്, അയൽക്കാരുടെ വീട്ടിലേക്ക് പോയി. വെൻ ഹി ഫൗണ്ട് ദ മിസറബിൾ ഓൾഡ് പെയർ സിറ്റിംഗ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ സ്ക്വയർ ഫയർ പ്ലേസ്. അപ്പോൾ ആ വയസ്സായ ആൾക്കാർ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു? ആ തീ കത്തിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇൻ ദ മിഡിൽ ഓഫ് ദ ഫ്ലോർ സ്മോക്കിംഗ് ആൻഡ് സ്പിന്നിങ്, അല്ലേ? സ്മോക്കിംഗ് മീൻസ് ആ പുക വരുന്നുണ്ടായിരുന്നു. ഫ്രം ടൈം ടു ടൈം ദേ വാൺ their hands and feet with the blaze from some bits of the mill, while behind them lay a pile of broken pieces. വാം their hands and feet, അവരുടെ കാലും കൈയും ഒക്കെ ചൂട് പിടിക്കുകയായിരുന്നു ആ പുകയിൽ നിന്നും. ദ ഗുഡ് ഓൾഡ് മാൻ ഹംബ്ലി ആസ്ഡ്, അപ്പോൾ അയാൾ എന്താ ചോദിച്ചത് അവരോട്? ഫോർ ദ ആഷസ്, അതിൻ്റെ ചാരം ചോദിച്ചു. Though the convicted couple turned up their noses at him, scolded him as if they were a thief, and let him fill the basket with the ashes. ഇവര് ആ വയസ്സായ ആളെ ചീത്ത പറയുകയും വഴക്കൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളനെ പോലെയാണ് അവരോട് പെരുമാറിയത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഇതൊക്കെ കേട്ടിട്ടും ബാസ്ക്കറ്റിൽ ആഷ് നിറച്ചു, ചാരം നിറച്ചു. ഓൺ കമ്മിങ് ഹോം ദ ഓൾഡ് മാൻ ടുക്ക് ഹിസ് വൈഫ് ഇൻ ടു ദ ഗാർഡൻ. എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം ആ വയസ്സായ ആള് ഭാര്യയും കൊണ്ട് പൂന്തോട്ടത്തിലേക്ക് പോയി. ഇഫ് ഇറ്റ് ബീയിങ് വിന്റർ ദ ഫേവറേറ്റ് ചെറി ട്രീ വാസ് ബെയർ. വേനൽക്കാലം ആയതുകൊണ്ട്, അല്ല, ബീയിങ് വിന്റർ മഴക്കാലം ആയതുകൊണ്ട് എന്താണ്, പൂത്തിട്ടൊന്നും ഇല്ല. ദ സ്പ്രിങ്കിൾഡ് എ പിഞ്ച് ഓഫ് ആഷസ് ഓൺ ഇറ്റ്. ഇവരെന്ത് ചെയ്തു? കുറച്ച് ചാരം എടുത്ത് അതിൻ്റെ മേലോട്ട് എറിഞ്ഞു. ദ സ്പ്രൗട്ടഡ് ബ്ലോസം അണ്ടിൽ ഇറ്റ് ബിക്കെയിം എ ക്ലൗഡ് ഓഫ് പൈൻ ബ്ലൂംസ്. അതായത് ഇത് പെട്ടെന്ന് പൂത്തു, അല്ലേ? ക്ലൗഡ് ഓഫ് പൈൻ ബ്ലൂംസ്, പിങ്ക് ബ്ലൂംസ് വിച്ച് പെർഫ്യൂം ദ എയർ. അത് ആകെ അന്തരീക്ഷത്തിനെ തന്നെ എന്താണ്, ഒരു സുഗന്ധമുള്ളതാക്കി. ദ ന്യൂസ് ഓഫ് ദിസ് ഫിൽ ദ വില്ലേജ്. ഈ വാർത്ത ഗ്രാമത്തിലെ എല്ലാ ഭാഗത്തും എത്തി. എവരി വൺ റാൻ ഔട്ട് ടു സീ ദ വണ്ടർ. എല്ലാവരും ആ ഭാഗത്തെ ഈ ആശ്ചര്യം കാണാൻ എത്തി. ദ കൺവെക്ടേഴ്സ് കപ്പിൾ ഓൾസോ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് ഗ്യാദറിംഗ് അപ്പ് ദ റിമൈനിങ് ആഷസ് ഓഫ് ദ മിൽ kept them to make withered tree blossom. ബാക്കിയുള്ള ചാരം അവർ കരുതി വെച്ചിട്ട് പൂക്കാത്ത മരങ്ങളിലേക്ക്, kept them to പൂക്കാത്ത മരങ്ങളിലേക്ക് ഇടാൻ വേണ്ടി അവർ തയ്യാറെടുത്തു. Kind old man, hearing this, his lord, the daimyo, was to pass along the high road near the village, set out to see him. അപ്പോൾ അവിടുത്തെ രാജാവ് ആ വഴി പോവുകയായിരുന്നു. അദ്ദേഹം ഇത് കണ്ടു. Taking his basket of ashes, as a train approached, he climbed into an old withered cherry tree that stood by the wayside. അപ്പോൾ ട്രെയിൻ അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ആ പഴയ ഒരു ചെറി മരത്തിലേക്ക് ഇത് ആഷസ് എറിഞ്ഞു. Now in the days of the daimos, it was the custom when the lord passed by for all the loyal people to shut up the high windows. ഡെയ്മോസ് ആ വഴി പോകുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും ജനലടച്ച് വീട്ടിൻ്റെ ഉള്ളിലിരിക്കണം. They even pasted them fast with a slip of paper so as not to commit the impertinence of looking down on his lordship. അതായത് ആരും രാജാവിനെ കാണരുത് എന്നുള്ള രീതിക്കാണ് അവരത് പറഞ്ഞത്. All the people along the road would fall upon their hands and knees and remain prostrate until the procession passed by. അതായത് അത് പോകുന്നത് വരെ അവർ മുട്ടുകുത്തി താഴേക്ക് കുനിഞ്ഞിട്ട് വേണം ഇരിക്കാൻ. The train drew near. ട്രെയിൻ അവരുടെ അടുത്തേക്ക് എത്തി. One tall competent man marched ahead. നല്ല ഹൈറ്റ് ഉള്ള മനുഷ്യനാണ് മാർച്ച് ചെയ്ത് നീങ്ങുന്നുണ്ടായത്. Crying out the people by the way, get down on knees. അപ്പോൾ ആ വഴി പോകുന്ന ആൾക്കാരോട് പറഞ്ഞു മുട്ടുകുത്തി നിൽക്കാൻ. Get down on knees. Everyone in the kneel down. എല്ലാവരും മുട്ടുകുത്തി നിന്നു. While the procession was passing. ആ രാജകീയ ജാഥ പോകുന്നത് വരെ അവരവിടെ നിന്നു. Suddenly the reader of the van caught sight of the aged man up in the tree. അപ്പോഴാണ് ആ വാഹനത്തിലുള്ള ഇതിൻ്റെ ലീഡർ ഇയാളെ കണ്ടത്, ഈ വയസ്സായ ആളെ കണ്ടത്. ഹി വാസ് എബൌട്ട് ടു കോൾ ഔട്ട് ടു ഹിം ഇൻ ആൻ ആംഗ്രി ടോൺ. ദേഷ്യത്തിൽ അദ്ദേഹത്തെ വിളിച്ചു. ബട്ട് സീയിങ് ഹി വാസ് സച്ച് ആൻഡ് ഓൾഡ് ഫെലോ, അദ്ദേഹം വയസ്സായ ഒരാളായതുകൊണ്ട് ഹി പ്രിറ്റൻഡഡ് നോട്ട് ടു നോട്ടീസ് ഹിം ആൻഡ് പാസ്ഡ് ഹിം ബൈ. അയാളെ ശ്രദ്ധിക്കാതെ ആ വഴി പോയി. സോ വെൻ ദ ഡെയ്മോസ് പാലങ്കിൻ ഡ്രൂ നിയർ, ഡെയ്മോസിൻ്റെ ഡെയ്മോസിനെ കൊണ്ടുപോകുന്ന വാഹനം ഇവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഓൾഡ് മാൻ ടേക്കിംഗ് എ പിഞ്ച് ഓഫ് ആഷസ് ഫ്രം ഹിസ് ബാസ്ക്കറ്റ്, ആ വയസ്സായ ആൾ കുറച്ച് ചാരം ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തു. സ്കാറ്റേഡ് ഇറ്റ് ഓവർ ദ ട്രീ, ആ മരത്തിലേക്ക് എറിഞ്ഞു. ഇൻ എ മൊമെന്റ് ഇറ്റ് ബേഴ്സ്റ്റ് ഇൻ ടു ബ്ലോസം, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതൊക്കെ പൂത്ത് കായ്ച്ചു.
The delighted Daimo ordered the train to be stopped. ആ വാഹനം നിർത്താൻ വേണ്ടി രാജാവ് പറഞ്ഞു. And got out to see the wonder. എന്നിട്ട് അതിശയം കാണാൻ വേണ്ടി നിന്നു. Calling the old man to him, വയസ്സായ ആളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ച് thanked him and ordered presents of silk robes, sponge cake, fans and other rewards to be given him. എന്നിട്ട് പട്ടുവസ്ത്രങ്ങളും കേക്കുകളും കുറെ സമ്മാനങ്ങളും അദ്ദേഹത്തിന് നൽകി. He even invited him to his castle. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. The old man went gleefully home to share his joy with this dear old wife. വയസ്സായ ആള് ഈ സന്തോഷമൊക്കെ ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞു. But when the greedy neighbor heard of it, പക്ഷേ ഇത് ആര് കേട്ടു? അദ്ദേഹത്തിന്റെ നൈബർ, അയൽക്കാരൻ കേട്ടു. He took some of the magic ashes and went out on the highway. കുറച്ച് മാജിക് ആഷസ് എടുത്തിട്ട് രാജാവ് പോകുന്ന വഴിയിൽ അവിടെ നിന്നു. There he waited until a Deimos train came along. രാജാവിന്റെ വാഹനം വരുന്നത് വരെ അവിടെ നിന്നു. Instead of kneeling down like the crowd, he climbed a withered cherry tree. മറ്റുള്ളവരോട് മുട്ടുകുത്തി നിൽക്കാൻ പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ മുകളിലേക്ക്, ചെറിയ ട്രീയുടെ മുകളിലേക്ക് കയറി. When the Daimo himself was almost directly under him, ഡെയ്മോ ഇദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ he threw a handful of ashes over the tree. കുറച്ച് കയ്യിൽ കുറച്ച് ചാരം എടുത്ത് ആ മരത്തേക്ക് എറിഞ്ഞു. Which did not change a particle. പക്ഷെ അതിലൊരു മാറ്റവും വരുത്തിയില്ല. The wind blew the fine dust in the noses. ആ കാറ്റ് വന്നിട്ട് ഈ ചാരം മൊത്തം എല്ലാവരുടെയും മൂക്കിലും കണ്ണിലും ഒക്കെ രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ എല്ലാ മൂക്കിലും വായിലൊക്കെയായി. Such sneezing and choking. ചുമച്ചും തുമ്മിയും. It spoiled all the pomp and dignity of the procession. ആ രാജകീയ തേരെന്നെ അയാളത് നശിപ്പിച്ചു. The man whose business it was to cry, get down on your knees. അദ്ദേഹം മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. Seize the old fool by the collar. അദ്ദേഹത്തെ കഴുത്ത് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു from the tree and trampled him and his ash basket into the ditch by the road. അതിൽ ചാരമൊക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് beat him soundly. നല്ലോണം അദ്ദേഹത്തെ അടിച്ച് he kept him for death. അടിച്ചെന്തായി? അദ്ദേഹം മരണപ്പെട്ടു. Thus the wicked old man died in the mud. അങ്ങനെയാണ് അദ്ദേഹം ചളിയിൽ കിടന്ന് മരിച്ചത്. But the kind friend of the dog dwelt in peace and plenty. പക്ഷെ ആ നായ എങ്ങനെയാണ്? നല്ല സന്തോഷവും സമാധാനത്തോടു കൂടിയിട്ടാണ് അവിടെ കിടക്കുന്നത്. Both he and wife lived in a green old age. ആ വയസ്സായ ആൾക്കാർ കുറേ കാലം അവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. William Elliot Griffiths is the author of this lesson. Okay, it is a Japanese tale. Then next it is about the small poem. Chiwi. Ask yourself as well as your partner, do you like to be always told what to do or not to do? Not to do. Do grown-ups do this in your experience? When Michael was 5 years old, his mother took him to a nearby school for admission. മൈക്കിളിനെ 5 വയസ്സായപ്പോൾ അമ്മ അടുത്തുള്ള സ്കൂളിലേക്ക് അഡ്മിഷന് കൊണ്ടുപോയി. The teacher asked him, why does your mother call you at home? അമ്മ എന്താണ് നിന്നെ വീട്ടിൽ വിളിക്കാറ്? Michael don't, came the confident reply. പാവം പറഞ്ഞത് മൈക്കിൾ ഡോണ്ട്, ചെയ്യരുത് എന്നുള്ളത് പറയണത് അവന്റെ പേരാണെന്നാണ് കരുതിയത്. Grown-ups say things like speak up. മുതിർന്നവരെന്താ പറയാ? സംസാരിക്കാൻ പറയും അല്ലേ? Don't talk with your mouth full. വായിൽ എന്തെങ്കിലും വെച്ചിട്ട് വർത്താനം പറയരുത്. Don't stare. പേടിക്കരുത്. Don't point. വെറുതെ അവിടെ ചൂണ്ടിക്കാണിക്കരുത്. Don't pick your nose. മൂക്കില് കൈയിടരുത്. Sit up. Say please, less noise. ഇരിക്കുക. പ്ലീസ് എപ്പോഴും പറയണം. പിന്നെ ലെസ് നോയ്സ്, ഒച്ച കുറയ്ക്കുക. ഷട്ട് ദ ഡോർ ബിഹൈൻഡ് യു. നിങ്ങളുടെ പുറകിലുള്ള ഡോർ അടയ്ക്കുക. ഡോണ്ട് ഡ്രാഗ് യുവർ ഫീറ്റ്. കാല് വലിച്ച് നടക്കരുത്. ഹാവിൻറ്റ് യു ഗോട്ട് എ ഹാങ്കി? ടേക്ക് യുവർ ഹാൻഡ്സ് ഔട്ട് ഓഫ് യുവർ പോക്കറ്റ്. ഒരു ഹാൻഡ് കർച്ചീഫ് എപ്പോഴും വെക്കുക, പോക്കറ്റിൽ കൈയിടരുത്. പുൾ യുവർ സോക്സ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് സ്ട്രേറ്റ്. സേ താങ്ക് യു. ഡോണ്ട് ഇൻറ്ററപ്റ്റ്. ശല്യപ്പെടുത്തരുത്. നോ വൺ തിങ്സ് യു ആർ ഫണ്ണി. ടേക്ക് യുവർ എൽബോസ് ഓഫ് ദ ടേബിൾ. Can't you make your own mind up about anything? These are the things that we are often used to tell to the child. Okay, so this is a poem that is written by Michael Rosen. It's a very interesting poem that is a description about a child, what we are saying to a child. So that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.